ആരെങ്കിലും നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും നമ്മൾ പറയേണ്ടത് അത് ഓരോരുത്തരുടെ സ്വഭാവത്തിനും ആ ഒരു അവസ്ഥയ്ക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്ന് എല്ലാവരും വളരെ സിംഗിൾ ഫാമിലിയാണ്, അല്ലെങ്കിൽ കൂട്ടുകുടുംബമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ മെമ്പേഴ്സ് കുറവാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഒരു ആശ്വാസ വാക്ക് നമ്മളോട് പറയുന്നതിനും വീട്ടിനുള്ളിൽ തന്നെ ആൾക്കാർ വളരെയധികം കുറവാണ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വിഷമങ്ങൾ തരുന്ന വ്യക്തികളെയോ സിറ്റുവേഷൻസിനെയോ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത്, നമ്മൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഷെയർ ചെയ്യുക. നമ്മൾ ഒരുപാട് സങ്കടം തോന്നുമ്പോൾ അതിൽ ആരാണോ ആദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അവരോട് ഈ വിഷമങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ പലപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും അത് എത്തപ്പെടും എന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളായാലും സങ്കടങ്ങളായാലും നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവിനോട് അതല്ലെങ്കിൽ ഒരു കൗൺസിലറിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. അവർക്ക് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ സങ്കടങ്ങൾ ജീവിതത്തിലെ അവസാനമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പറയട്ടെ, നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര മോശം കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആ രീതിയിൽ അവരോട് പ്രതികരിക്കാതിരിക്കുക. കാരണം വിഷമങ്ങളുണ്ട്, അയാളോട് തുറന്ന് സംസാരിക്കുക. എന്നോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്നോട് പെരുമാറിയത് ഇഷ്ടപ്പെട്ടില്ല, തുറന്ന് സംസാരിക്കുക. അല്ലാതെ അയാൾ പറയുന്നത് പോലെ അതുപോലെ നമ്മൾ തിരിച്ച് റിയാക്ഷന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വീണ്ടും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് മാറും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലെ മോശം രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും നല്ല ആത്മധൈര്യം ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും സെൽഫ് കോൺഫിഡൻസ് ഉള്ളപ്പോൾ സെൽഫ് കൺട്രോൾ ഉള്ളപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ വിൽ പവർ അത്രയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് മോശം സിറ്റുവേഷനിലും നമ്മുടെ ബിഹേവിയർ മോശമായി പോവാതെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ബോൾഡായിട്ട് നമുക്ക് സൈലൻ്റ് ആയിട്ട് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. അത് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിച്ചു പോകുന്നതിന് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി നിങ്ങൾക്കിതൊന്ന് ഷെയർ ചെയ്യാൻ ആരും ഇല്ല, ഒരു വ്യക്തികളും ഇല്ലെങ്കിൽ ജേർണലിംഗ് നല്ലൊരു മാർഗ്ഗമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുറിപ്പായിട്ടോ ഒരു ഡയറി എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ഒരാളിന് എഴുതുന്ന ഒരു കത്തായിട്ടോ നിങ്ങളുടെ ഈ വിഷമങ്ങളും സിറ്റുവേഷൻസൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. കാരണം അതിലൂടെ നമുക്ക് വളരെയധികം ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.